ഹലോ. ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് ഒട്ടും പാർഷ്യാലിറ്റി ഇല്ല കേട്ടോ. ടേസ്റ്റുള്ള ബിരിയാണി കിട്ടിയാൽ സ്ഥലപ്പേര് നോക്കാതെ തന്നെ ഞാൻ അസലായി കഴിക്കും. എൻ്റെ ചാനലിൽ തന്നെ കോഴിക്കോടും തലശ്ശേരി റാവുത്തർ ബിരിയാണിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആമ്പൂർ ബിരിയാണി. ബിരിയാണിക്ക് വേണ്ടി 1/2 കിലോ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മിനിമം വെക്കുന്നുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് നെയ്യും ഇട്ട് ഹോൾ സ്പൈസസ് ഇടാം. ഇനി അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം സവാള വേണമെന്നില്ല, അതുപോലെ സവാള ബ്രൗൺ കളർ ആവണമെന്നും ഇല്ല. സവാള ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കും. ഇവിടെ ആമ്പൂർ ബിരിയാണിയുടെ മെയിൻ സംഭവമാണ് ഈ റെഡ് ചില്ലി പേസ്റ്റ്. ചുവന്ന മുളക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഞങ്ങളിവിടെ ഒരു 3-4 ചുവന്ന മുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയ ശേഷം ഒരു 3 പച്ചമുളകും കീറിയിടാം. ഇതിലേക്ക് 2 ചെറുതായി മുറിച്ച് തക്കാളി ഇട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വന്ന ശേഷം ചെറുതായി മുറിച്ച പുതിനയിലയും മല്ലിയിലയും ചേർക്കാം. ഈ ബിരിയാണിയിൽ ഗരം മസാലയോ ബിരിയാണി മസാലയോ ഒന്നും ചേർക്കില്ല, പക്ഷേ ഞാനൊരു രസത്തിന് കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. അല്ലടെ പച്ചമണം മാറിയ ശേഷം ബിരിയാണിക്ക് ആവശ്യമുള്ള തൈരും ചേർത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ കഷ്ണങ്ങളും ചേർക്കാം. ചിക്കൻ എന്ന വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം തുറന്ന് ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി വെള്ളം തിളച്ച ശേഷം അതിലേക്ക് അരിയും ചേർക്കാം. ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസാണ് ഈ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ്. ഒന്ന് തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ്സിന് ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ആമ്പൂർ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ ചേച്ചാ, ബൈ ബൈ.